ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് സാധനങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് പാലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ പാല് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പാലെടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് തിളപ്പിക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളക്കി കൊടുക്കണം. പാട കെട്ടാതെ നോക്കണം. പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുള്ള ആ മിക്സും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ആ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇത് ബീറ്റ് ചെയ്യുന്ന സമയം ഞാൻ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കളറ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പിങ്ക് കളറ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നിട്ട് നമുക്ക് ആ ക്രീം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിലേക്ക് നന്നായി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ച ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ബദാം ഉള്ളത് കൊണ്ട് ഞാനത് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി അല്ലേ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.